കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, 5-6 മാസം. സുബ്ഹാനല്ലാഹ്, അവതാളത്തിലാണ്. അപകടകരമായ പോക്കാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ. പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി? 16 വയസ്സായി. പ്രായപൂർത്തിയായ മക്കളാണ്. അവർക്ക് എനിക്കിത് ശരിയാവില്ലപ്പ, ഇത് ഖുർആൻ നമ്മക്ക് ഒരു ലോജിക്ക് കിട്ടുന്നില്ല. പിള്ളേർ പറയാൻ ഇത് ഇങ്ങനെ എന്തല്ലോ. നമുക്ക് നമ്മളെ ഈ പുതിയ തലമുറക്ക് വൈബിൻ്റെ ആൾക്കാരല്ലേ, പിന്നെന്താണ് പുതിയ പുതിയ കുറേ വാക്കുകളില്ലേ, ന്യൂജൻ. നമ്മളെ വൈബിന് ചേർന്ന് പരിപാടിയെല്ലാം ഇത് മുസ്ലിം മക്കൾ, മുസ്ലിം തറവാട്ടിലുള്ളവർ ഖുർആനെ തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു. മാതാപിതാക്കൾ സഹായികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? ഇതല്ലേ സത്യം? ജോണി എസ് പപ്പ എന്താണ് അതിപ്പോഴത്തെ അല്ലേ, കുറെ പഴകി. ഇപ്പൊ പുതിയ പാട്ടെന്താ? LKG പഠിക്കുന്ന പിള്ളേർ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ പാടുന്നു, ജോണി എസ് പപ്പ. നല്ല ബ്രിട്ടീഷുകാരൻ സായിപ്പ് പറയുമ്പോഴത്തെ മഹ്റജൊക്കെ ഇംഗ്ലീഷിൽ. അപ്പോൾ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ബഹ്റൈൻ നിർത്തിയിട്ട് പോയതാ ഉമ്മ. ഇപ്പോഴുണ്ട് ഉമ്മ അടുക്കളയിൽ നിന്ന്. അൽഹംദുലില്ലാഹ്, ആ 10,000 റുപ്യ മാസം കൊടുത്താൽ എന്താ? ചെക്കൻ്റെ ആ മഹ്റജ്, ഇംഗ്ലീഷിൻ്റെ അൽഫബറ്റിൻ്റെ മഹ്റജെല്ലാം എന്തൊരു ക്ലിയറാ, മാഷാ അല്ലാ. അപ്പം തന്നെ വിളിച്ചു ഇക്കാക്ക് ബഹ്റൈനിലേക്ക്. പിന്നെ ഇക്ക സംഭവം കച്ചവടമൊന്നും അല്ല കേട്ടോ, ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും സ്കൂൾ സൂപ്പറാ. എന്താടി മോള് പാടുന്ന കുട്ടികൾ ജോണി എന്നെല്ലാം പറയുമ്പോൾ സായിപ്പ് മദാമ പറയുന്ന പോലെയുണ്ട്. ഭയങ്കര റാഹത്ത്, കൽബിന് ഭയങ്കര റാഹത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അക്ഷരം ഈ മക്കൾക്ക് നേരെ ചൊവ്വെ പറയാനറിയില്ല. സംഗതി അറിയാം, കലിമത്തു ഷഹാദ ഉച്ചരിക്കാൻ അറിയില്ല മുസ്ലിം തറവാട്ടിലെ മക്കൾക്ക്. പരിശുദ്ധ ഖുർആനിന്റെ ബിസ്മില്ലാഹി എന്ന് പറയാൻ പഠിച്ചിട്ടില്ല. മാതാപിതാക്കൾ ഇംഗ്ലീഷിന്റെ അക്ഷരമാല പഠിപ്പിക്കുന്ന തിരക്കിലായി ലക്ഷങ്ങളായി ചെലവഴിച്ചു. സ്കൂൾ എക്സാം വന്നാലും മദ്രസ ഓഫാക്കുന്ന ടീമല്ലേ നമ്മള്? അത് സത്യമല്ലേ? അതൊരു സത്യമല്ലേ? സ്കൂൾ എക്സാമാണ്, മദ്രസയില്ല ഓഫ്. കാരണം ഖുർആൻ പഠിക്കാനല്ലേപ്പാ, വലുതാകുമ്പോൾ പഠിച്ചോളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമുക്ക് പറയാനേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 2 നമ്പർ ആക്കില്ലേ? وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലേ പറഞ്ഞു, എന്റെ ഉമ്മത്തി ഖുർആനെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു റബ്ബേ. എത്ര സങ്കടത്തിലാ പറയുന്നുണ്ടാവുക, എന്തൊരു വിഷമം ഉണ്ടാവും റസൂലുള്ളാഹിക്ക്. 23 കൊല്ലം കൊണ്ട് അടിയും ഇടിയും തൊഴിയും കാർക്കിച്ചു തുപ്പല് വരെ അള്ളാന്റെ പുണ്യപ്രവാചകൻ ഏറ്റുവാങ്ങിയത് കൈമത്തരാൻ. നമുക്കിത് 2 നമ്പർ. അപ്പൊ ഇന്നെ പഠിച്ചോളൂ. മദ്രസയിലെ ഫീസ് ചോദിച്ചാലോ എന്താ പറയാ? നിങ്ങളല്ല കേട്ടോ, കുറ്റപ്പെടുത്താന്ന് വിചാരിക്കല്ലേ. മൊത്തം ഞാൻ നാട്ടിൽ നിന്ന് വന്നാളെന്നുകൊണ്ട് പറയാം. ഫീസ് ചോദിച്ചാൽ മുമ്പ് എവിടെയും പോകുന്നില്ലപ്പാ, തരും. ഓ, 50 റുപ്യ അല്ലേ, ഇവിടെയെല്ലാം കണ്ടാ തോന്നുന്നു 5000 റുപ്യ ഉണ്ട്. മദ്രസയിലെ സദറിനോട് പറയാ. സ്കൂളിൽ നിന്ന് വിളിച്ചാലോ, സോറി മാം. നിരപ്പത്തി ഒരു ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്, യൂട്ടേൺ എടുത്ത് ഓഫീസിൽ, പിന്നെ സ്കൂളിലെ ഓഫീസിലെത്തി. എത്ര? 10,000. ഇപ്പം മറ്റേ GP ഉണ്ടല്ലോ, ഖലാസ്. എന്തുകൊണ്ടത്? വല്ലാഹി ഖുർആൻ 2 നമ്പർ ആക്കിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഖുർആൻ മുസ്ലിം ഉമ്മത്തിന് 1 നമ്പറായേ പറ്റും.